ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ഒത്തിരി സിനിമകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് മിസ്സായി പോകാറുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാർസിന്റെ സിനിമകളൊക്കെ ചിലപ്പോൾ മിസ്സായി പോകുന്നത്. അതായത് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള റോളൊക്കെ ചെയ്തിട്ടുള്ള ചില മൂവീസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാറുണ്ട്. അങ്ങനെ മമ്മൂട്ടിയുടെ ഒരു മിസ്സായി പോയൊരു പടമാണ് ഒരു ഹിന്ദി പടത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടെ ഫസ്റ്റ് ഹിന്ദി പടം ധർത്തി പുത്ര ആണെന്നൊക്കെ ജയപ്രദയായിട്ടൊക്കെ ധർത്തി പുത്ര എന്നൊരു മൂവി ആയിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് കമേഴ്ഷ്യൽ പടം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ടിരുന്ന ആ ഒരു സമയത്ത് റിലീസ് ആയിരുന്ന ഒരു മൂവിയാണ്. പക്ഷെ അതിന് മുമ്പേ 1990 NFDC നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്ത ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ ത്രിയാത്രി എന്നൊരു പടം. ത്രിയാത്രി എന്ന് പറഞ്ഞാൽ 3 പേര് ഒരു യാത്രയ്ക്ക് പോകുന്നു എന്നുള്ളതാണ് അതിനകത്ത്. പാർവതി മേനോൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാർവതി മേനോൻ ആണ് ഈ പടത്തിന്റെ ഡയറക്ടറും റൈറ്ററും. പുള്ളിക്കാരത്തിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു സ്റ്റാർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഉത്പൽ ദത്ത്, ധാരാ സിംഗ്, മമ്മൂട്ടി, ശങ്കരാടി, ഇവരൊക്കെയാണ് അതിനകത്ത് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സിൽ നമുക്കറിയാൻ പെടുന്ന കുറച്ച്. ബാക്കി ഒത്തിരി പേര് നമുക്കറിയാം, ലെജൻഡറി ആയിട്ടുള്ള കുറെ ആക്ടേഴ്സ് അതിനകത്തുണ്ട്. പക്ഷെ ഇവർ 4 പേരുമാണ് ഇതിനകത്ത് കുറച്ച് പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ആർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോ അഡ്മിഷന്റെ കാര്യങ്ങളും മാർക്കിന്റെ പെർസെന്റേജ് കിട്ടുന്ന മെറിറ്റിന്റെ കാര്യങ്ങളും പരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 80+% മാർക്ക് ഉണ്ടായിട്ട് പോലും അവർ വിചാരിച്ച ഒരു സ്ട്രീം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കോളേജിലേക്ക് പോകാനായിട്ട് പറ്റാത്ത 3 ഫ്രണ്ട്സ് ഉണ്ട്. +2 കഴിഞ്ഞാൽ 10th കഴിഞ്ഞാൽ 3 ഫ്രണ്ട്സ്, അന്ന് പ്രീ ഡിഗ്രി ആണ്. 10th കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന 3 ഫ്രണ്ട്സ് അവർക്ക് ആ അഡ്മിഷൻ കിട്ടാതെ പോകുന്നു. അപ്പം ഉപ്പൽ ദത്ത് അവരുടെ ഗ്രാൻഡ് ഫാദറാണ്, ഒരാളുടെ ഗ്രാൻഡ് ഫാദറാണ്. അപ്പൊ പുള്ളി പറയുകയാണ്, നിങ്ങളൊരു യാത്ര പോയി ലോകം എന്താണെന്നും ലോകത്ത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഡെഫിനറ്റ്ലി യാത്രകളാണ് നമ്മൾ എല്ലാവരും സ്ട്രോങ് ആക്കുന്നത്. ആ അങ്ങനത്തെ ഒരു കാര്യം പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര ബ്ലഡ് ഷെഡും കമ്മിങ് ഓഫ് ഏജ് പടമാണ്. റോഡ് മൂവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി സിനിമകൾ കാണുന്ന പോലെ ഭയങ്കര റാഷസും അങ്ങനത്തെ സാധനങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. വളരെ സ്വീറ്റ് ആയിട്ടുള്ള, ബോംബെയിൽ നിന്നും കന്യാകുമാരി വരെ സൈക്കിൾ ചവിട്ടി വരുന്ന 3 യുവാക്കളുടെ കഥ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സിനിമയാണ്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ട്? എനിക്കൊരു ഫ്രണ്ടാണ് ആ പടം സജസ്റ്റ് ചെയ്തത്. എനിക്ക് പോലും അത് അറിയത്തില്ലായിരുന്നു നമ്മുടെ മൂവിയെ കുറിച്ച്. എന്റെ ഫ്രണ്ടാണ് അത് സജസ്റ്റ് ചെയ്ത് തന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ, എന്താ പറയാ, നമുക്ക് ഫീൽ ഗുഡ് മൂവിയാണ്. ഐ ഗീവ് കംപ്ലീറ്റ്ലി 4/5 ഫോർ ദിസ് മൂവി. ഇറ്റ്സ് അവൈലബിൾ ഇൻ യൂട്യൂബ് ഇറ്റ്സെൽഫ്. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ ത്രിയാത്രി എന്ന് പറഞ്ഞ 1990 റിലീസായി പടം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ വെരി മച്ച്.